ആയതാണ് നമുക്ക് WWE ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് WWE 2025 മുതൽ നെറ്റ്ഫ്ലിക്സിലായിരിക്കും സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. സോ USA നെറ്റ്വർക്കിൽ നിന്ന് റോ മാറാൻ പോവുകയാണ്. ഇനി 2025 മുതൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിലായിരിക്കും WWE കാണാൻ സാധിക്കുന്നത്. സോ ഇത് എവിടേക്കാണ് സംപ്രേഷണം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്ക, USA, അതുപോലെ തന്നെ കാനഡ തുടങ്ങിയ റീജിയനിലാണ് ഫസ്റ്റ് WWE ഇത് പരീക്ഷിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ USA നെറ്റ്വർക്കിനെക്കാട്ടിലും വ്യൂവർഷിപ്പ് ഒക്കെ കൂടുതലായിരിക്കും നെറ്റ്ഫ്ലിക്സിന്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ചേഞ്ച് WWE നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 2025 ഉള്ളൂ. എന്തായാലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലേക്ക് WWE പോയി. അതിപ്പോൾ USA, കാനഡ പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഭാവി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സ് എത്രത്തോളം പോപ്പുലർ ആണെന്ന്. അതുകൊണ്ട് തന്നെ WWE അത് ഉപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നെറ്റ്ഫ്ലിക്സിലേക്ക് WWE മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ വ്യൂവർഷിപ്പ് കൂടുമെന്ന്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെല്ലാവരും കാണുന്നത് WWE TV-യിലായതുകൊണ്ട് മാത്രമാണ്. നെറ്റ്ഫ്ലിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. സോ നെറ്റ്ഫ്ലിക്സിലേക്ക് WWE ഇന്ത്യയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവിടേക്ക് വ്യൂവർഷിപ്പ് കിട്ടുമായിരിക്കും. ഇവിടെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. സോ ഭാവിയിൽ സാധ്യതകളുണ്ട് ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതും നെറ്റ്ഫ്ലിക്സിലേക്കൊക്കെ പോകാൻ. എന്തായാലും ഇപ്പോൾ നമുക്ക് സോണിയിൽ കാണാൻ സാധിക്കും. എന്തായാലും സോണി ലിവ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ, അതായത് OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് WWE കാണാൻ സാധിക്കുന്നുണ്ട്. സോ WWE ഭാവിയിൽ OTT പ്ലാറ്റ്ഫോം സോണി ലിവ് എന്ന് മാറ്റി ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. സോ എന്നെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്മാക്ക് ഡൗണിൻ്റെ കമൻറ്റേറ്ററായ കെവിൻ പാട്രിക്കിനെ ഇപ്പോൾ WWE റിമൂവ് ചെയ്തിരിക്കുകയാണ് സ്മാക്ക് ഡൗൺ കമൻട്രി ടീമിൽ നിന്നും. കുറേ പേർക്ക് അദ്ദേഹത്തിൻ്റെ കമൻട്രി അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും WWE അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം. എന്തായാലും ആ ഒരു സ്ഥാനത്തേക്ക് ആര് വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ബാരൻ സാഷൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എല്ലാം കണ്ടതിനെ അറിയണം. പിന്നെ എനിക്ക് തോന്നുന്നു കെവിൻ പാട്രിക്ക് ഇനിയും ബാക്ക് സ്റ്റേജിലായിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കാം ഇനി കമൻട്രി ടീമിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കുന്ന 2 അപ്ഡേറ്റുകളാണ്. ഒന്ന് ഡ്രൂ മക്കിൻ്റെയറുമായിട്ട് ബന്ധപ്പെട്ടും ഒന്ന് ഫിൻ ബാലറുമായിട്ട് ബന്ധപ്പെട്ടും. അതിന് നമുക്ക് ഡ്രൂ മക്കിൻ്റെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെ കേൾക്കാം. എന്നാൽ ഡ്രൂ മക്കിൻ്റെയറിനെ കുറിച്ച് നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഡ്രൂ മക്കിൻ്റെയർ WWEയുടെ കോൺട്രാക്ട് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റസൽമേനിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൂ മക്കിൻ്റെയർ ഫ്രീ ഏജൻ്റ് ആവും. അദ്ദേഹം മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇതുപോലൊരു വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഫിൻ ബാലറുമായിട്ട് ബന്ധപ്പെട്ട്. ഫിൻ ബാലർ ഇതുവരെ WWE കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ലെന്നാണ് പുറത്തേക്ക് വരുന്നത്. സോ ഫിൻ ബാലറിൻ്റെ കോൺട്രാക്ട് എൻഡാകാൻ പോവുകയാണ്, റസൽമേനിയോട് അവസാനിക്കാൻ പോവുകയാണ്. സോ റസൽമേനിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിൻ ബാലറും ഒരു ഫ്രീ ഏജൻറ്റ്. അങ്ങനെയാണെങ്കിൽ WWEക്ക് 2 പ്രധാനപ്പെട്ട താരങ്ങളെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇവർ രണ്ടുപേരും WWE നഷ്ടപ്പെടുത്തുന്നു. ഇവർ രണ്ടുപേരും ഉറപ്പായിട്ടും WWE സൈൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ഫിൻ ബാലർ, ഡ്രൂ മക്കിൻ്റെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ WWE സൈൻ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അതായത് ഇത് കുറച്ച് ഞെട്ടിക്കുന്ന അപ്ഡേറ്റാണ്. അതായത് റോക്ക് TKOയുടെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം TKO WWE പോലുള്ള പല വമ്പൻ കമ്പനികൾ ഓൺ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് TKO. സോ ഇതിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് മാറിയിരിക്കുകയാണ് റോക്ക്. അതായത് TKOയുടെ കുറച്ച് ഷെയർ റോക്കും വാങ്ങിയിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം ബോർഡ് ഓഫ് ഡയറക്ടറായി മാറി. സോ റോക്കും WWEയുടെ ഒരു ഓണറാണ്, അല്ലെങ്കിൽ UFC പോലുള്ള കമ്പനികളുടെ ഒരു ഓണറാണ്. എന്തായാലും റോക്ക് ഓണറൊക്കെ ആയതുകൊണ്ട് തന്നെ WWE വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറച്ചുകൂടെ കൂടിയിരിക്കുകയാണ്. അതായത് അതിൻ്റെ അപ്പിയറൻസ് ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്നൊരു അപ്ഡേറ്റാണ്. എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് 2K24 എന്നിറങ്ങും, അതിൻ്റെ കവർ ഫോട്ടോ ആരുടെ ആയിരിക്കും എന്നൊക്കെ. എന്തായാലും ഫൈനലി എല്ലാം ഒഫീഷ്യലായിരിക്കുകയാണ്. 2K24ൻ്റെ കവർ ഫോട്ടോയിലുള്ളത് കോഡി റോഡ്സ് ആണ്. അതിൻ്റെ ഡീലക്സ് എഡിഷൻ കവർ ഫോട്ടോയിലുള്ളത് റിയ റിപ്ലിയും അതുപോലെ തന്നെ ബിയാങ്ക ബെലെയറുമാണ്. എന്നാലും കോഡി റോഡ്സ്, റിയ റിപ്ലി, ബിയാങ്ക ബെലെയർ ഇവർക്ക് 3 പേർക്കും കൺഗ്രാറ്റ്. 2K24ൻ്റെ കവർ ഫോട്ടോയിൽ വരിക എന്ന് പറയുന്നത് അതൊരു ബിഗ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഈ ഒരു 2K24 റെപ്രസെൻറ്റ് ചെയ്തത് WWE റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ഫോട്ടോയാണ് ഇനി എല്ലായിടത്തും കാണാൻ പോകുന്നത്. സോ അത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. പല രാജ്യങ്ങളിലും പല കൺട്രീസിലും ഒക്കെ ഈ 2K24 എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു WWE റെപ്രസെൻറ്റ് ചെയ്ത് ഇവരുടെ കവർ ഫോട്ടോസാണ്. സോ അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. മറ്റൊരു സ്പെഷ്യൽ എഡീഷൻ കൂടിയുണ്ട്, 40 years of WrestleMania എഡീഷൻ. എന്തായാലും അതൊരു സ്പെഷ്യൽ എഡീഷൻ തന്നെയാണ്. എന്തായാലും അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ റിലീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എഡീഷൻ, അതായത് കോഡ് റോഡ്സ് കവർ ഫോട്ടോ ആയിട്ടുള്ള ആ ഒരു എഡീഷൻ്റെ റിലീസ് എന്ന് പറയുന്നത് 8 March 2024. പിന്നെ ഡീലക്സ് എഡീഷനും 40 years of WrestleMania എഡീഷനും ആ 2 എഡീഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത് 5th March സോ 2K24 കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഇതൊരു നല്ല ന്യൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2K24 കളിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അധികം കളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. ഒരു WWE ഫാൻ എന്നതിൽ നമ്മളെല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും 2K24 അല്ലെങ്കിൽ 2K23 പോലുള്ള ഗെയിംസ് കളിക്കണം. എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. സോ ഇതിനെ പറ്റിയിട്ടുള്ള ഫ്യൂച്ചർ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൾക്ക് ഹോഗൻ്റെ ഒരു ക്യാമിയോ റിട്ടേൺ റോയൽ റംബിൾ ഉണ്ടാകുമോ? അതിപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഹൾക്ക് ഹോഗൻ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ്, അതായത് പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. എന്തായാലും ഹൾക്ക് ഹോഗൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ആണോ എന്ന് നമുക്ക് വലിയൊരു സംശയം തന്നെയാണ്. എന്തായാലും ഹൾക്ക് ഹോഗൻ്റെ റിട്ടേൺ എനിക്കറിയില്ല ആരൊക്കെ കാത്തിരിപ്പുണ്ടെന്ന്. കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് WWE ഉണ്ടായിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള ഏതെങ്കിലും മുതുമുത്തശ്ശന്മാരൊക്കെ ചിലപ്പോൾ
ആൽക്കോഗൻ റിട്ടേൺ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഏതെങ്കിലും മുത്തശ്ശന്മാരൊക്കെ ആൽക്കോഗൻ റിട്ടേണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളെപ്പോലുള്ളവർ ആൽക്കോഗൻ റിട്ടേൺ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആൽക്കോഗൻ റിട്ടേൺ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ സോങ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, അത് തീം സോങ് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു റസലർ എന്ന രീതിയിൽ ഡബ്ല്യുഡബ്ല്യുഇക്ക് തിരിച്ചു വരണം എന്നൊരാഗ്രഹമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് വെക്കുന്നത് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.